UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്ന വിവാദ പരാമർശത്തെ തുടർന്ന് CPM നേതാവ് AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ച ജമാഅത്തെ ഇസ്ലാമി. പ്രസ്താവനയ്ക്കെതിരെ കലാപത്തിന് ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചത്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്താവന പിൻവലിച്ച് AK ബാലൻ മാപ്പ് പറയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്ന് വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്ന AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. AK ബാലൻ ചൊവ്വാഴ്ച നടത്തിയ പ്രസ്താവന ഇന്ത്യൻ സംഘപരിവാർ നടത്തുന്ന പ്രചാരണത്തിന് സമാനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന AK ബാലന്റെ പ്രസ്താവന സംഘപരിവാർ അജണ്ടയാണെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന പ്രചരണമാണ് സംഘപരിവാർ നടത്തിയത്. മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കി 2 സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതേ സംഘപരിവാർ തന്ത്രമാണ് AK ബാലനും ഇപ്പോൾ നടത്തിയത്. മനഃപൂർവ്വമായി വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPR ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി അമീറും രംഗത്തെത്തി. ബാലൻ അഭിനവ ഗീബൽ സാകരുതെന്നാണ് ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ പ്രതികരണം. ബാലൻ കേരളത്തോട് മാപ്പ് പറയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു.